ഇവിടെ വഴിയൊക്കെ എന്തോ ബ്ലോക്ക് ചെയ്തുള്ള രീതിയിൽ വെച്ചേക്കുവാന്ന് തോന്നുന്നത്. എന്താ സംഭവം എന്നറിയത്തില്ല. കണ്ടോ, ഇതാണ് അമ്പലം. ബൾബ് ശരിക്കും ബ്ലിങ്ക് ചെയ്യുന്നില്ല, പക്ഷെ ഇതിനകത്ത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ട്രക്കിങ്ങിനെ പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ശുഭപ്രതീക്ഷ 100% വിജയം, അതിൽ കൂടുതൽ ഒന്നുമില്ല. പാണ്ടിക്കരിമ്പാറ പോലെയാണ്. എരിവുള്ളത് ഇഷ്ടപ്പെട്ടില്ല, മധുരമുള്ള എന്തെങ്കിലും മേടിച്ചോളാം. അതിനേക്കാൾ നല്ലത് എന്റെ ചാവ എടുക്കണതല്ലേ. അപ്പൊ പോവാല്ലേ? രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നെ മൂടാൻ. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷായി. എടാ എങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ? ഇതാണെങ്കിൽ കണ്ട ചെറുതായിട്ട് മഴക്കാറൊക്കെ വരുന്നുണ്ട്. മേ ബി മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ തണുപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചെറിയ ഷോക്ക് അടിച്ചിരിക്കുകയാണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റാവും. ഇപ്പോൾ സമയം എന്തോ എടാ? 4 പോടാ, നമുക്ക് 4:30 ട്രക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മഴയായതുകൊണ്ട് എന്താവും എന്നറിയത്തില്ല. കഴിഞ്ഞ തവണ ഞങ്ങൾ നല്ല മഴയുള്ളപ്പോഴാണ് പോയത്. അപ്പോൾ കിടു സെറ്റപ്പായിരുന്നു. പകുതിയെ കയറിയുള്ളൂ. ഇത്തവണ എന്തായാലും ഫുള്ള് കയറും. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് ട്രക്കിങ്ങിന് മുമ്പ് കാണാം. ഓക്കെ. WNC is made by mountains, and these mountains will make you too. They've made us resourceful, a community of growers and makers, giving purpose to the hikers and bikers that build and care for our trails, the climbers that scale its walls, and the paddlers who navigate its rivers. These mountains have made professional guides and devout amateurs. They've made people rethink their purpose, shift gears, and slow down, while inspiring us to work furiously toward a goal of a better, cleaner future. You can make things in these mountains, but mostly, these mountains will make you. They've made industry leaders and pioneers, individuals who build tools designed to perform in the wild. Goods tested here, built here, used here. These mountains have made dreamers and doers, thinkers and builders, athletes and caretakers. WNC is made by mountains. How will these mountains make you?
പുലിമുരി എല്ലാം മൂപ്പം കോട്ടിട്ട് വന്നു തൊപ്പിയൊക്കെ വെച്ച്. അല്ല കാല് തെന്നി പോകേണ്ട നോക്കണം കേട്ടോ. എൻ്റെ ഷൂ ഒക്കെ നല്ല അത്യാവശ്യം തെന്നുന്നുണ്ട്. അയ്യോ ഒന്ന് ആരും കണ്ടില്ല, ആരും കണ്ടില്ല. അത് ഇതാ ലിൻജോസ് പെരേര ഡാൻസിൻ്റെ ഇടയ്ക്ക് ഓടിപ്പോകുന്ന പോലെ ഉണ്ടോ? എടാ രണ്ട് പിന്നെ ഇപ്പോൾ ട്രക്കിങ്ങിൻ്റെ ഒരു ഏകദേശം ഒരു ഹാഫ് കഴിഞ്ഞിട്ടുണ്ട്. ഹാഫ് കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഇവിടുത്തെ വ്യൂ ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് നമുക്ക് കയറേണ്ട സ്ഥലം. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. കണ്ടോ ഇവിടുത്തെ വ്യൂ ഫുള്ള് നോക്ക്. ഇതൊക്കെയാണ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ. ഇവിടെ രാവിലെ വരുമ്പോൾ നല്ല മഞ്ഞായിരിക്കും. അതോടെ കാണുമ്പോൾ ടോണി ഫുൾ പവറാണ് കേട്ടോ. ടോണി പവർ എന്ന് പറഞ്ഞാൽ പന്ന പവർ. ഇതാ അത്രയും ദൂരം കയറി വന്നിട്ട് ഈ പാറയും കൂടെ കയറി വരാൻ കാണിച്ച ആ മനസ്സ്. ഓ ദുൽഖർ സൽമാൻ ഈഗോ അടിച്ചു കേട്ടോ. നമുക്ക് ഏറ്റവും ടോപ്പിൽ കയറാൻ പറ്റത്തില്ല. കാരണം കയറി കഴിഞ്ഞാൽ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും ഒരു 8 മണിയൊക്കെ ആവും. ഐ മീൻ ആ ടോപ്പ് ഇപ്പോൾ കാണുന്നതിൽ ഏറ്റവും വലിയ ടോപ്പ്. ആ ടോപ്പ് കയറണമെങ്കിൽ തിരിച്ചിറങ്ങുമ്പോൾ ഒരു 8 മണി, രാത്രി 8 മണിയൊക്കെ ആവും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു 30% ഒക്കെ ആയിട്ടുള്ളൂ. ഈ ട്രക്കിങ്ങിൻ്റെ 30%. അതുപോലും നമുക്ക് കയറാനുള്ള സമയമില്ല. അല്ലേ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഒരു ഉച്ചയ്ക്ക് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുള്ള് കവർ ചെയ്ത് തീർക്കാമെന്നാണ് ഇവന്മാർ പറയുന്നത്. പക്ഷെ നമ്മൾ തുടങ്ങിയതൊരു 4:30 ആയപ്പോഴാണ്. അപ്പോൾ എന്തായാലും ഇത് തീർക്കാൻ പറ്റത്തില്ല. തീർക്കാൻ പോയിട്ടൊരു 50% പോലും നമുക്ക് 30 പോലും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ദുൽഖർ സൽമാൻ സ്പെക്സൊക്കെ ഊരി വെച്ച് സാധാ മനുഷ്യരായി. ടോണിനെ കാണാനില്ല കേട്ടോ. ടോണി എന്നും ഒറ്റയ്ക്ക് തന്നെ നിന്നിട്ടുള്ളത്. ടോണി പകുതിയിൽ നിന്ന് കുറച്ച് റീലൊക്കെ കണ്ട് പയ്യൊക്കെയാണ് വരുന്നത്. മിക്കവാറും നമ്മൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും അവിടെ നിന്ന് കണക്ട് ചെയ്യാനായിരിക്കും. ടോണി ഉണ്ടോ കേട്ടോ. ടോണി ആദ്യമേ ട്രക്കിങ് കഴിഞ്ഞു പോയതാണ്. മിക്കവാറും ഇവിടെ റീലും കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. ഓ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അങ്ങനെ മടുത്തോ? വെള്ളം കുടിക്കുക. മായിനെന്തോ അണ്ടി പോയ അണ്ണാനെ പോലെ ഉള്ളിൽ തപ്പുന്നേ. സാധനം കാണാനില്ലേ? ഇതൊക്കെ വരും കേട്ടോ. ഒക്കെ യൂട്യൂബിൽ വരും കേട്ടോ. ഇറങ്ങണോ? ദേടാ നമ്മളാ മേളി വെച്ച് കണ്ട പാടം. നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് അല്ലേ? പോസ് ചെയ്യാവോ? കിട്ടി. എടുക്കാം, 1 മിനിറ്റ്. വണ്ടി ചെറുതായിട്ട് തിളച്ചിരിക്കുകയെന്ന് പറഞ്ഞു. എന്തോ തിളച്ചിരിക്കുന്നതെന്ന് നോക്കട്ടെ. എന്ത് എവിടെയാടാ തിളച്ചിരിക്കുന്നത്? അതെ, വണ്ടി എക്സ്പെർട്ട് ടോണി വണ്ടി പരിശോധിക്കുന്നു.